ഇനി വേറെ വെളിപാടില്ല. ക്രൈസ്തവ രക്ഷാപദ്ധതി നവവും അന്തിമവുമായ ഉടമ്പടിയാകിയാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രത്യക്ഷപ്പെടലിന് മുമ്പായി നാം ഇനി ഒരു പരസ്യ വെളിപാട് പ്രതീക്ഷിക്കേണ്ടതുമില്ല. വെളിപാട് പരിസമാപ്തിയിലെത്തിയിരുന്നാലും അത് മുഴുവൻ പൂർണ്ണമായും ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. പ്രസ്തുത വെളിപാടിൻ്റെ പൂർണ്ണമായ സാരം ശതാബ്ദങ്ങളുടെ ഗ്രഹിക്കുക ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദൗത്യമാണ്. രണ്ടാം വരവും അന്ത്യവിധിയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് വിധിക്കപ്പെടാനായി ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെ വിശുദ്ധ യോഹന്നാൻ ദർശനത്തിൽ കണ്ടു. കരുണയുടെ അവസാന മണിക്കൂർ കർത്താവിൻ്റെ രണ്ടാം വരവിനെയും അന്ത്യവിധിയെയും കുറിച്ചുള്ള യോഹന്നാൻ്റെ ദർശനങ്ങളുടെ തക്ക സമയത്തുള്ള സ്ഥിരീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളവയെക്കുറിച്ചെല്ലാം ശ്രദ്ധിക്കേണ്ടത് എത്രയോ പ്രധാനപ്പെട്ടതാണെന്ന് അത് നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സ്വകാര്യ വെളിപാടുകൾ എന്നത് ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനായി ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഇന്ന് വരെ അനേകം വ്യക്തികളെ പ്രവാചകരായി തിരഞ്ഞെടുക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാൽ ശിക്ഷയുടെ ദിനത്തിന് മുമ്പായി അവരെ തിരികെ കൊണ്ടുവരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആ ലക്ഷ്യം സാധിക്കുന്നതിനായി എല്ലാവരെയും ശക്തമായ ഒരു രൂപീകരണത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രവാചകർ അയക്കപ്പെട്ടിരിക്കുന്നത്. കരുണയുടെ അവസാന മണിക്കൂർ യേശുവും മറിയവും എന്ന സഹോദരിയിലൂടെ നൽകിയ സ്വകാര്യ വെളിപാടുകളുടെ സമാഹാരമാണ്. അത് മാനസാന്തരത്തിനുള്ള കർത്താവിൻ്റെ ആഹ്വാനത്തിന് പ്രത്യുത്തരിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ആത്മീയ ഉപകരണമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം വരിക്കാനുള്ള ഒരുക്കത്തിനും അത് സഹായകമാണ്. നിത്യമായ രാജ്യത്തിലേക്കുള്ള വിജയകരമായ യാത്രയുടെ ദിനത്തിൽ പ്രത്യക്ഷനാകുന്ന കർത്താവിനെ ആനന്ദത്തോടെ എതിരേൽക്കാനും കരുണയുടെ അവസാന മണിക്കൂർ നമ്മെ സഹായിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മത്തായി 18:3. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെപ്പോലെ ഉള്ളവരുടേതാണ്. മത്തായി 19:14. യേശുവിൻ്റെ ഈ ക്ഷണത്തിനുള്ള കാഹളം വിളിയാണ് കാൽവരിയിലേക്ക് നടക്കുന്ന കൊച്ചു പെൺകുട്ടിയുടെ പ്രതീകം. ഒരു ശിശുവിൻ്റെ ശാന്തതയോടും നിഷ്കളങ്കതയോടും കൂടി പരിപൂർണതയിലേക്കും വിശുദ്ധിയിലേക്കുമുള്ള പാത തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഈ പാത യേശുവാണ്. യോഹന്നാൻ 14:5. കുരിശിൻ്റെ വഴിയാണ് ഓരോ ക്രൈസ്തവൻ്റെയും വിജയശ്രീ ലാളിതമായ യാത്ര. യേശുവിൻ്റെ കുരിശിനെ ആശ്ലേഷിക്കുന്നതിലൂടെ തിന്മയുടെ ശക്തികൾ നശിപ്പിക്കപ്പെടും. ദൈവകരുണയുടെ അന്തിമ മണിക്കൂറാണ് തന്നെ അനുഗമിക്കാൻ കുരിശിൽ നിന്നുള്ള യേശുവിൻ്റെ അവസാന നിലവിളി. ഈശോ പറയുന്നു, എൻ്റെ സൃഷ്ടികൾ തങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന വ്യക്തികളായി മാറിയിരിക്കുന്നത് ഞാൻ കാണുന്നു. അവർ തങ്ങളുടെ സഹോദരർക്ക് വേണ്ടി ഒരു ബുദ്ധിമുട്ട് ഏറ്റെടുക്കുന്നില്ല. അവർ പരസ്നേഹമോ കരുണയോ കാണിക്കുന്നുമില്ല. അവർ സ്നേഹരാഹിത്യത്തിലേക്ക് മുങ്ങിത്താഴുന്ന ജീവികളായി മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ചില മക്കൾ അത്ഭുതങ്ങൾ തേടുന്നു. അത് ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് അനിഷ്ടം ജനിക്കുകയും അവർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കും അപ്പുറത്തേക്ക് പോകുന്നതാണ് എൻ്റെ സ്നേഹം എന്ന് എൻ്റെ ചില മക്കൾ മനസ്സിലാക്കുന്നില്ല. എന്തെന്നാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ അനുവദിക്കുന്നതെല്ലാം അവരുടെ ആത്മാക്കളുടെ നന്മയ്ക്കായിട്ടാണ്. അവയെ സ്വാഗതം ചെയ്യുന്നവരെ അവ സഹായിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരിൽ അതിൻ്റെ ഫലം നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ മന്ദോഷ്ണരായ ഹൃദയങ്ങൾക്ക് എൻ്റെ സ്നേഹം അപരിചിതമാകിയാൽ ചിലർ അത് കാണാൻ വിസമ്മതിക്കുന്നു.